ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്നത്തേതൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഇത് ബാച്ചിലർ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അതായത് ചിക്കൻ കറി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നിച്ച് കുക്കറിലിട്ട ശേഷം കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ബാച്ചിലേഴ്സിന് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിവിടെ 5 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് എപ്പോഴും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, വെളുത്തുള്ളി കട്ട് ചെയ്തത്, ഇവിടെ 3 വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേപോലെ 2 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 ഏലയ്ക്ക, 5 ഗ്രാമ്പൂ, 3 ചെറിയ കഷ്ണം പട്ട. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ഇതിങ്ങനെ വെക്കണം. കൂടുതൽ സമയം വെച്ചാൽ കൂടുതൽ നല്ലത്. ഞാനിവിടെ 1 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുക്ക് ചെയ്താൽ മതി. വെള്ളം ഒട്ടും ഒഴിച്ചു കൊടുക്കാതെയാണ് ഞാൻ ചിക്കൻ വേവിക്കുന്നത്. ചൂടാവുമ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വരും. ഇവിടെ ഞാൻ മീഡിയം ഫ്ലെയിമിൽ 1 വിസിലാണ് വന്നത്. ഇവിടെ കിട്ടുന്ന ചിക്കനൊക്കെ പെട്ടെന്ന് വേവും. അപ്പം നിങ്ങൾ എത്ര സമയമാണോ സാധാരണ ചിക്കൻ വേവിക്കാറുള്ളത് അത്രയും സമയം എടുത്ത് വേവിക്കുക. അപ്പോൾ സ്റ്റീമെല്ലാം കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. പെപ്പർ പൗഡറൊക്കെ എരിവിനനുസരിച്ച് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചിക്കൻ കറിയുടെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇനി ഇത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ വെള്ളം കൂടുതലാണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം കൂടെ സ്റ്റൗവിൽ വെച്ച ശേഷം അതിൻ്റെ വെള്ളം വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ അത് ബാച്ചിലർ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് വഴറ്റൊന്നും ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനം ഇതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.